ആ മതി 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 മതി. ചേട്ടാ ഇങ്ങോട്ട് അവിടെ പോയി. അവിടെ 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 ചേട്ടാ ഇവിടെ അല്ലേ? ആ എന്ത് ആ ചേട്ടാ ഈ 7 സെന്റും വീടും അല്ലാതെ ഈ കാണുന്ന 40 സെന്റ് പുരയിടവും ആണല്ലോ. അതെ, അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഞാനിപ്പോ വിചാരിക്കുന്നത് ഈ കിണറും ഈ മാവും വരുന്ന ഈ ഒരു ഭാഗം മൂത്ത മോൾക്ക് റിങ്കിക്കാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ വശമാണ് ഇളയ മോള് റിങ്കി. അങ്ങോട്ട് അത് അവൾക്കല്ലേ? രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ. എന്താ വേണം? അച്ഛാ, അച്ഛനൊരു അച്ഛനാണോ അച്ഛാ? അച്ഛൻ തിന്നാനുള്ള മാവും കുടിക്കാനുള്ള കിണറും ഇവക്കല്ലേ? അപ്പൊ നമുക്ക് വെള്ളമൊന്നും ഇല്ല. പിങ്കി, ശശി, അച്ഛൻ വെള്ളം കുടിക്കാതെ ജീവിക്കണേക്കാളും നല്ലത് ആ കിണറ്റോട്ട് എടുത്ത് ചാടി വെള്ളം കുടിച്ച് മരിക്കണേ. അങ്ങനെ നീ വെള്ളം കുടിച്ച് മരിക്കുകയാണെങ്കിൽ ഞാൻ ആ കിണർ സ്മാരകമായിട്ട് സൂക്ഷിക്കും. കേട്ടോടി മാലക്കള്ളി. ദേ, എന്നെ മാലക്കള്ളി നിന്ന് വിളിക്കരുത് കേട്ടല്ല. ഞാൻ ഇനി വിളിക്കൂടി. ഇനി ഇത് എന്റെ മാവാണ്. ഈ മാവിന്ന് ഒരു മാങ്ങ നീ പറിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ മാങ്ങക്കളി വിളിക്കും. മാങ്ങക്കളി മാങ്ങക്കളി മാങ്ങക്കളി. അല്ല മാവേ, നിനക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാനൊന്നും പറ്റൂല. ഒന്നാമതേ അച്ഛന് ഇപ്പൊ നെഞ്ചുവേദന വന്ന് ഇന്നിരുന്ന് നാളെ അച്ഛൻ എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞ് ഈ മാവ് മുറിച്ച് പറയണേട്ടാ. അച്ഛനെ പക്കടെ ഈ ഒരു മാവല്ലേ അവൾക്ക് പോകുന്നുള്ളൂ. നീ നോക്ക്, അത്രയും തെങ്ങും ആ പുളിയും എല്ലാം നിനക്കല്ലേ വരുന്നത്. പിന്നെ എന്താ മോളെ, തേങ്ങ നിന്നെങ്കിലും ജീവിക്കാലോ നിനക്ക്. അല്ല അങ്കിൾ, നമ്മൾ ഈ മാവും കിണറും ഒക്കെ ഭാഗിക്കുകയാണെങ്കിലേ ഈ ഫ്രണ്ട് ഭാഗം മൊത്തം ഇവക്ക് പോകൂലേ? ആ അങ്കിൾ, ബൈ ദ ബൈ ഞാൻ ചോദിക്കട്ടെ, ഈ ഫ്രണ്ട് പോർഷൻസ് ഏകദേശം റോഡ് സൈഡിലാണല്ലോ. അപ്പം വലിയ വണ്ടിയൊക്കെ എന്റെ ഈ പോർഷനിലായിരിക്കുമല്ലോ വരുന്നത്. അപ്പം വില എനിക്കായിരിക്കില്ലേ കൂടുതൽ പിന്നെ? അല്ല, ആ വശത്തും വഴിയുണ്ട്. അത് ഇടവഴിയല്ലേ, പക്ഷെ കൂടുതൽ എനിക്കായിരിക്കും. പറയട്ടെ മണി ഞാൻ ചോദിച്ചത്. അതെ അതെ, ഇത് എവിടെന്ന് ഈ ഇളനീർപ്പ് എവിടെന്ന് എടുത്ത? നമ്മുടെ ആ തെങ്ങില്. ആ തെങ്ങല്ലേ? ആ തെങ്ങ് എനിക്ക് അവകാശപ്പെട്ടല്ലേ അങ്കിൾ? എനിക്ക് അവകാശപ്പെട്ട തെങ്ങിൽ നിന്ന് ഒരു ഇളനീർ എടുക്കുമ്പോ ബേസിക് ആയിട്ട് ഒരു മാനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ചോദിക്കണം ഒരു സാധനം എടുക്കുമ്പോ. എന്റെ മണി ഒന്ന് രണ്ടിനും വിളിച്ചോണ്ട് പോവാ. മണി ചേട്ടാ, കുട്ടികളല്ലേ, സാധാരണ ഇങ്ങനെയൊക്കെയാ എല്ലായിടത്തും. സാധാരണയൊക്കെ അളക്കുമ്പം കുട്ടികൾ തന്തയുടെ തലക്കടിച്ച് കൊന്ന എടുക്കുന്നുണ്ട്. അയ്യോ, ഇതേ ഉള്ളൂ, അല്ല എനിക്ക് അറിയാലോ. മണി നിനക്ക് സ്വത്ത് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. എനിക്ക് ജീവിക്കാനുള്ളത് എന്റെ അച്ഛൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് 5 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത്. അല്ല വിലയുടെ കാര്യം പറഞ്ഞില്ല. ഞങ്ങള് ഒന്ന് അളന്ന് റെഡിയാക്കിട്ട് മക്കളെ വിളിക്കാം. മണി ചേച്ചി, ഞാനത് കുടിക്കട്ടെ മക്കളെ? ഞാൻ ഒന്നും പറയില്ല. ഇത് തന്നെ ധാരാളം. അവര് തമ്മിലുള്ള ഒരു വാശി മത്സരമാണ്, തമാശയാണ് എപ്പോഴും. അവര് ഈ വാക്കുകൊണ്ടേ ഉള്ളൂ, പക്ഷെ ഒന്ന് നുള്ളി നോവിക്കത്തില്ല. എന്റെ മക്കൾ അത്ര സ്നേഹമാണ്. അതെ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഇങ്ങനെ അടിയിടിയൊക്കെ ഉള്ളത്. ഷാജി കുടിക്ക്. ശരി ശരി ശരി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.